ഹായ്, ഇന്നത്തെ റെസിപ്പി പാൽ പൊറോട്ടയാണ്. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കൊത്തുതേങ്ങയും കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് പൊരി മാറ്റി വെക്കാമേ. നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനാണ്. നമുക്ക് ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കറി നമ്മൾ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫാക്കി. ഇനി ഇതുപോലെ അടുപ്പ് ഓണാക്കുക. എന്നിട്ട് ഒരു അടപ്പോ എന്താണെന്ന് വെച്ചാൽ താഴെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മൺചട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് വാഴയില അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ, എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. നമ്മുടെ പൊറോട്ട വെച്ചെടുക്കുക. വീണ്ടും തേങ്ങാപ്പാൽ ഒഴിക്കുക. നമ്മുടെ റോസ്റ്റ് ചിക്കൻ റോസ്റ്റാണോ ബീഫ് റോസ്റ്റാണോ എന്താണെന്ന് വെച്ചാൽ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉണിയനും കൊത്തുതേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ ലെയറായിട്ട് നമുക്ക് എത്ര ലെയർ വേണോ ആ ചട്ടിയിൽ കൊള്ളുന്നത്ര വെക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കുക ഒരു 5-10 മിനിറ്റ്. ഇപ്പോൾ തേങ്ങയുടെ പാലുണ്ടോ അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കാം. അപ്പോൾ അടിപൊളി സംഭവം, അടിപൊളി കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് ട്രൈ ചെയ്തിട്ട് പറയണേ.